പൊന്നോണപ്പൂ തുമ്പികളെ ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരെ തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണപ്പൂ തുമ്പികളെ ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരെ നിറമുള്ള ചേലയെടുത്ത് ചിറകുള്ള മഴവില്ലുകളിൽ നിറമുള്ള ചേലയെടുത്ത് ചിറകുള്ള മഴവില്ലുകളിൽ ഒരു പിടി മലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിനു കൊണ്ടു കൊടുക്കാമോ ഒരു പിടി മലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിനു കൊണ്ടു കൊടുക്കാമോ തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണപ്പൂ തുമ്പികളെ ചെല്ലപ്പൂങ്കാറ്റിൻ തേരിൽ പൊന്നോണത്തിനു വന്നവരെ. ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുക്കുമോൾക്ക് 2 ആഴ്ചത്തെ വെക്കേഷനേ ഉള്ളൂ. 6-ാം തീയതി അവൾ ജർമ്മനിയിലേക്ക് മടങ്ങാണ്. അപ്പോൾ പിന്നെ അതിന് മുന്നേ ആയിട്ട് എൻ്റെ സഹോദരിമാർ ഒരു ട്രീറ്റ് അവൾക്ക് കൊടുക്കണമാണ്, അല്ലെങ്കിൽ ഒരു വിരുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്ന്. അത് മറ്റൊരു അനിയത്തിയുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇന്ന് അവിടെ ഒത്തുകൂടാണ് കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ സുന്ദരി പെണ്ണ് രാധാബായി കേട്ടോ. അതായത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യക്കാരിയാണ്. ബിലായിയാണ് അമ്മയുടെ ദേശം. അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ മറ്റു കൂടപ്പിറപ്പുകളൊന്നുമില്ല കേട്ടോ. അമ്മ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്ക് ഞങ്ങളും ഞങ്ങൾക്ക് അമ്മയും എന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഞങ്ങൾ സഹോദരിമാരും ഞങ്ങളുടെ മക്കളും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ആ ഒരു ഒത്തുകൂടലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും അമ്മയും ഞങ്ങൾ സഹോദരിമാരും ഫാമിലികളും മാത്രം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെയുള്ള വിശേഷങ്ങൾ ബാലുവിനുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഈ ഒത്തുകൂടൽ ഇങ്ങനെ ആക്കിയത് മാളുവാണ് കേട്ടോ. ചേച്ചിക്ക് 2 മക്കളാണ്, നമ്മുടെ മാളും അതുപോലെ ചീരും ജർമ്മനിയിലാണ്. ആ കുട്ടി ഇന്ന് ഇതിലില്ല കേട്ടോ, ഈ വ്ളോഗിലില്ല. അപ്പോൾ മാളുവാണ് പറഞ്ഞത് കുക്കുവിന് സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, പിന്നെ കുക്കുവിന് നാട് എന്തായാലും മിസ് ചെയ്യണതല്ലേ, അപ്പോൾ നമുക്ക് ഒരു ഓണം സംബന്ധിച്ച് ഓണം ഒന്ന് വരുമല്ലേ, അപ്പോൾ ഓണം തന്നെ കൊടുക്കുക അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓണം ക്രിയേഷൻ, ഓണം മൂഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞതാണ് നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കണം, നമുക്കൊരു പൂക്കളം ജസ്റ്റ് വെറുതെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് തട്ടിക്കൂട്ടി എന്ന് പറയാം. പക്ഷെ തട്ടിക്കൂട്ടിയതല്ല കേട്ടോ, അടിപൊളി ഫംഗ്ഷനാക്കി ഞങ്ങളത്. സദ്യയൊക്കെ ഞങ്ങൾ തൃപ്രയാർ ശ്രീവത്സത്തിൽ ഓർഡർ കൊടുക്കുക ചെയ്തത്. നല്ല പാലട അടക്കമുള്ള സദ്യയായിരുന്നു, അടിപൊളി സദ്യയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക തിരുവാതിരക്കളി 4 സ്റ്റെപ്പ് പഠിച്ച് അതും ഞങ്ങൾ വെച്ചു. അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്നുള്ള ഭക്ഷണം കഴിക്കലും എല്ലാം കൊണ്ട് നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ വേദനകൾ മറുവശത്ത് നമുക്കുണ്ട്. ഒരുപാട് വേർപാടുകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളും ഫേസ് ചെയ്ത് ഈ 2 കൊല്ലമായിട്ട് ഫേസ് ചെയ്യണത്. എൻ്റെ ഒരു അനിയത്തിയുടെ മകനും ഭർത്താവും മരിച്ചിട്ട് അവളെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും, എങ്ങനെ അവളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, നയിക്കും എന്നൊക്കെയുള്ള ആശങ്കയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ആ വീട്ടിൽ ഒരു ഉണർവുണ്ടാവട്ടെ, അവിടെയും ഒരു പോസിറ്റിവിറ്റി പരക്കട്ടെ, സന്തോഷം പരക്കട്ടെ എന്നൊക്കെ കണക്കാക്കിക്കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അവിടെയാണ് കേട്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ബാലുവിൻ്റെ വീട്ടിലും നമുക്ക് വാലായ്മയുണ്ട്. ഓണം ഒന്ന് പ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളെ വാലായ്മകളും ദുഃഖത്തിൻ്റെയും പേരിൽ ഒതുങ്ങിക്കൂടാനാണ് നമ്മുടെ നിശ്ചയെങ്കിൽ നമ്മളൊക്കെ ഒതുങ്ങിക്കൂടുള്ളൂ. അല്ലെങ്കിൽ ഓരോ വർഷം, ഈ വർഷം നമ്മൾ വാലായ്മയുടെ പേര് പറഞ്ഞു, അടുത്ത വർഷം നമുക്കൊരു ദാരുണമായ സംഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ ആ വർഷം നമുക്ക് വാലായ്മയല്ലേ. അതങ്ങനെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഓണം വിഷു എന്നൊക്കെ പറയാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയണതേ നമുക്ക് കിട്ടാവുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഒത്തൊരുമിക്കുക എന്നുള്ള ഇതാണ് ഞാൻ പറയണത്. അതായത് നമ്മൾ
വലിയ വലിയ കൊട്ടും വാദ്യ ആഘോഷങ്ങളും ഒന്നുമല്ലല്ലോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ആ ജോയിൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ഒത്തുകൂടിക്കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളതായാലും മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഒരുമിച്ചിരുന്ന് കഴിച്ച് ഒരുമിച്ചിരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണ നമ്മുടെ വേദനകളോ സന്തോഷങ്ങളോ സംഭാഷണങ്ങളോ ഒക്കെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്, ദൃഢമാക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസക്കാരിയും കൂടിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലരെങ്കിലും വിമർശിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. ഓ അവർക്കിപ്പോൾ എന്താ അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിട്ട് നടക്കണത് കണ്ടില്ലേ എന്നൊക്കെ പറയും. ഞാൻ പറയണതേ, നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില കൂടുതൽ അറിയുള്ളൂ. അവരുടെ വേദന നമ്മൾ പുറമേ നോക്കുന്ന കണ്ണുകൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അറിയാതെ നമ്മൾ ഒരാളെ പോലും വിമർശിക്കരുത്. ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 21 വർഷവും എൻ്റെ സഹോദരൻ മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ അനിയത്തിയുടെ ദുരന്ത കഥകളും ഞാൻ പറഞ്ഞുല്ലോ. നമുക്ക് ഇതൊന്നും മറക്കാൻ പറ്റില്ല. നമ്മളൊരു ദിവസം നമ്മുടെ ഈ കണ്ണടയ്ക്കുന്നതിനുള്ളിൽ, അതായത് നമ്മൾ ഉറങ്ങുന്നതിനുള്ളിൽ പലപ്പോഴായിട്ട് ഒരു നിമിഷമെങ്കിലും നമുക്ക് ഇവരെ ഓർമ്മകളിലൂടെ കടന്നു പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, അതുപോലെ ഇനിയായിരിക്കും നിങ്ങൾക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക സാന്നിധ്യം, അവരില്ലാതെയുള്ള അവരുടെ ഒരു നിറ സാന്നിധ്യം നമ്മളോടൊപ്പം തന്നെയുണ്ടെന്നേ, അവരെങ്ങും പോണില്ല എന്നുള്ള ഒരു വിശ്വാസവും എനിക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കുക. അതായത് നമുക്ക് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, അവർക്കും നാളെകളുണ്ട്, നല്ല നല്ല സ്വപ്നങ്ങളുണ്ട്, ഭാവികളുണ്ട്. അവർക്ക് നമ്മുടെ കണ്ണീരിലൂടെയോ നമ്മുടെ വാടിയ മുഖത്തിലൂടെയോ അവരെ സ്വപ്നങ്ങൾക്കോ അവരെ കാഴ്ചകൾക്കോ മങ്ങലേൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ കൊച്ചു സമയങ്ങൾ നമ്മളും സന്തോഷിക്കുക എന്നേ പറയാനുള്ളൂ. മാളൂന് അതുപോലെ ഉണ്ണി ഉണ്ടായിട്ട്, ഉണ്ണിയുടെ ആദ്യത്തെ ഓണാണ് വരുന്നത്. മാളൂൻ്റെ വീടും അവിടെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഭർത്താവിൻ്റെ. അവരും ഇവിടെ സ്ഥലത്തില്ല, എല്ലാവരും ദുബായിലാണ്. മാളു പോവാറായിട്ടില്ല. അപ്പോൾ മാളുവിനെ സംബന്ധിച്ച് കുഞ്ഞാപ്പൂൻ്റെയും ഇതൊരു ഫസ്റ്റ് ഓണല്ലേ. അപ്പോൾ എല്ലാം കൂടെ ആണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂ ഹാപ്പി ആയിരുന്നു. അതുപോലെ എൻ്റെ അമ്മ 72 വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക്. അമ്മ എപ്പോഴും പറയും, എൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ അടുത്ത് വേണം, എപ്പോഴാണ് ഞാൻ പോവാന്ന് പറയാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊന്നും നമുക്ക് പ്രായം കണക്കാക്കിക്കൊണ്ട് ആരാണ് ആദ്യം പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ അനുഭവം. നാളെ ആരുണ്ടാവും എന്തുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലൊരു വയനാട് കിടക്കല്ലേ. നാളെകളെ സ്വപ്നം കണ്ടുകൊണ്ട് ചിലർ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ചിലർ ആ സ്വപ്നങ്ങൾ കണ്ട് അതിൽ മതി മറന്ന് ഉറങ്ങുന്ന സമയത്താണ് പിറ്റേന്നത്തെ പുലരി പോലും കാണിക്കാതെ പ്രകൃതി തുടച്ചു നീക്കിയില്ലേ. അങ്ങനെ ഒരു പ്രദേശം പോലും ഉണ്ടെന്നുള്ള ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ പ്രകൃതി അതങ്ങോട്ട് തുടച്ചു മായ്ച്ചു കളഞ്ഞു. ആ ഒരു വേദനയിൽ നമ്മൾ ആഘോഷങ്ങൾ വിലക്കിയതുകൊണ്ടോ ആഘോഷങ്ങൾ വേണ്ടാന്ന് വെച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ആ ഒരു ഓണത്തെ കാത്തിരുന്നുകൊണ്ട് കഴിഞ്ഞ വർഷം മുതലേ അവരവരുടെ പ്രോഡക്റ്റുകൾക്കും മറ്റുമായിട്ട് എത്രയോ ജീവിതങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്കും എത്ര നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്നവരെയും സങ്കടത്തിലാഴ്ത്തുന്ന തീരുമാനങ്ങൾ എടുക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ആഘോഷങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ലാതെ ആഘോഷിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെയും കൂടെ സങ്കടങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിലക്കുകളും അതുപോലെ തന്നെ വേണ്ടാന്നുള്ള വെക്കലുകളും ആകാമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ആരുടെയും വിശ്വാസങ്ങൾക്ക് ഞാൻ എതിരെയല്ല. ഞാനും ഒരു വിശ്വാസിയാണ്. വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുക തന്നെ വേണം. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ വാനമ്പാടി ചിത്ര എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ആ ചിത്ര എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് പോലും അവരത് തിരിച്ചു വന്നില്ലായിരുന്നു എങ്കിൽ ഒരു ചിത്ര നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയായ ചിത്രം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവരും ആലോചിച്ചത് എന്താണ്, തനിക്ക് ചുറ്റുമുള്ള തൻ്റെ ജീവനക്കാരെ കുടുംബങ്ങളും പുലർത്തണ്ടേ, അവർക്കും കൊച്ചുമക്കളുണ്ട്. അപ്പോൾ താൻ അങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല എന്ന ഒരു ദൃഢനിശ്ചയം അവരെടുത്തതിൻ്റെ പേരിലാണ്. അല്ലാതെ കാശ് മോഹിച്ചിട്ടല്ല. പലപ്പോഴും പലരും അങ്ങനെ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളത് വിമർശനാത്മകമായി മാത്രം കാണരുത്. നല്ല ഫ്യൂച്ചർ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. കിട്ടാവുന്ന നിമിഷങ്ങൾ കുടുംബവും ഒത്ത് കുടുംബാംഗങ്ങളും ഒത്ത്, പ്രത്യേകിച്ചും ജോയിൻറ്റ് ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു മൂല്യം നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നേ. നമ്മുടെ മക്കളിലൂടെ ഇനിയും അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം. അതുപോലെ എല്ലാവർക്കും ഓണം ആശംസിക്കുന്നുണ്ട്. അതുപോലെ വയനാടിൻ്റെ വേദനയോടൊപ്പം ഞാനും ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.